ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ തീരുവ യുദ്ധം കിറ്റക്സിനെ മാത്രമല്ല ഈ മേഖലയുള്ള എല്ലാവരെയും ബാധിക്കും, മറ്റു വ്യവസായങ്ങളെയും ബാധിക്കും. പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ടാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിനെ അതിജീവിച്ച് വേറൊരു മേഖലയിലേക്ക് ബിസിനസ്സിനെ മാറ്റി അത് ഒരു സുരക്ഷിതമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല, കാരണം ഇന്നത്തെ ഈ അവസ്ഥ നാളെ യൂറോപ്പിലോ UK-ലോ വരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് ഒരു പെർസെൻറ്റേജ് കൊണ്ടുവരിക, അമേരിക്കൻ മാർക്കറ്റ് അതായത് ഒരു 25% കൂടാതെ ഓരോ രാജ്യങ്ങളിലും നിലനിർത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 91% അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രമാത്രം പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യം. അപ്പോൾ അത് ഇനി ഫ്യൂച്ചറിൽ അത് ആവർത്തിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ അതേ നിലവാരത്തിലുള്ള അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലഭ്യമാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും നമ്മുടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളെ അപേക്ഷിച്ച് അതിൻ്റെ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ 70% മുതൽ 50% വരെ കുറവിൽ വിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. വളരെ നല്ലൊരു ഉൽപ്പന്നം ഇവിടെ ലഭ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെടുക്കും അത്. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് ആണ് 1000 കോടി രൂപ 2 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാമെന്ന് ഉള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ചിലപ്പോൾ 10 മടങ്ങായിട്ട് കൂടാനായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട് അതിനകത്ത്.